റാബീസ് വൈറസ് കടിയേറ്റ ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യാണ് ആദ്യം ചെയ്യുക. എന്നിട്ട് നമ്മുടെ നാഡീവ്യൂഹത്തിൽ കയറി സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ തലച്ചോറിലേക്കും സ്പൈനൽ കോർഡിലേക്കും ലക്ഷ്യം വെച്ച് നീങ്ങിത്തുടങ്ങും. ഏകദേശം 6 മുതൽ 16 ഇഞ്ച് വരെ ഒരു ദിവസം ഈ വൈറസുകൾ സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെ കാലിൽ കടിയേറ്റ ഒരാൾക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാനുള്ള സമയം വേണ്ട മുഖത്ത് കടിയേറ്റ ഒരാൾക്ക്. ഇമ്മ്യൂണോഗ്ലോബുലിന് അല്ലെങ്കിൽ വാക്സിനേഷന് വൈറസുകളെ ചെറുത്ത് നിർത്താൻ വേണ്ട സമയം ലഭിച്ചില്ലെങ്കിൽ ലക്ഷണം കാണിച്ചു തുടങ്ങും. അൺഫോർച്ചുനേറ്റ്ലി റാബീസിന് ലക്ഷണം കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു ട്രീറ്റ്മെന്റും ഫലപ്രദമല്ല. ഇതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബുലിനും കൊടുക്കണമെന്ന് പറയുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുക കടി കിട്ടിയ ഭാഗത്ത് ഇൻഫിൽട്രേഷൻ രൂപത്തിലാണ്, ബാക്കിയുള്ളതാണ് ഇഞ്ചക്ഷൻ ചെയ്യുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കടി കിട്ടിയത് ഒരുപാട് സ്ഥലത്തുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ കടി കിട്ടിയിട്ടുള്ളൂ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. വലിയ മുറിവുകളുള്ളപ്പോൾ ചെറിയ മുറിവുകൾ കാണാതെ പോകാനുള്ള സാധ്യത കൂടുതലാണ്, വലിയൊരു അപകടവുമാണ്.